Hello guys and welcome back to Best Car Picks. ഈ വണ്ടി ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് വളരെ വിയേർഡായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഇത് എന്ത് വണ്ടിയാണെന്നായിരിക്കും നമ്മളൊക്കെ ആലോചിക്കുന്നത്. ഇത് സുസുക്കി സ്പേഷ്യ അങ്ങനെ പേരുള്ളൊരു വാഹനമാണ്. ഇതൊരു കെ കാറാണ്, അഥവാ KEI കാർ എന്ന് പറയും. അതായത് ജപ്പാനിലൊക്കെ വളരെ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് CC ഉള്ള എൻജിൻസൊക്കെ വെച്ച് വരുന്ന വണ്ടികളെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ കുറേ കെ കാർസ് വന്നിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ വാഗണറൊക്കെ അവിടുത്തെ ഒരു കെ കാറായിരുന്നു, ജിപ്സി അവിടുത്തെ ഒരു കെ കാറായിരുന്നു, അങ്ങനെ കുറേ വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴേക്കും ഇന്ത്യനൈസ്ഡ് ആക്കി കുറച്ചൊക്കെ അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ വരുത്തി എഞ്ചിനൊക്കെ മാറ്റിയിട്ടാണ് അവർ ഇറക്കാറുള്ളത് എന്ന് മാത്രം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓട്ടോക്കാർ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സുസുക്കിയുടെ ജപ്പാനിലുള്ള സ്പേഷ്യ എന്ന് പറയുന്ന ഈ ഒരു കെ കാറും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സുസുക്കി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ ഈ സെഗ്മെൻറ്റിൽ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല. ബൈ ഈ വണ്ടി പുറത്തൊക്കെ, അതായത് ഈ പറയുന്ന വണ്ടി ജപ്പാനിൽ ജസ്റ്റ് 3.4 മീറ്റേഴ്സൊക്കെ ലെങ്ത് ഉള്ളൂ. ഇന്ത്യയിൽ അത്രയും ചെറിയൊരു വണ്ടി അവർ കൊണ്ടുവരില്ല. മാത്രമല്ല ഇത്രയും വിയേർഡ് ആയിട്ടുള്ള ലുക്സും ആയിരിക്കില്ല. നമുക്കിവിടെ കിട്ടുമ്പം കുറച്ചും കൂടി ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ വരുള്ളൂ. ഇപ്പോൾ വാഗണാർ തന്നെ നമ്മുടെ പുറത്തൊക്കെയുള്ള മോഡൽ ഇന്ത്യയിലുള്ള മോഡലും ആ ജെൻ 1 ഇറങ്ങിയ സമയത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ജെൻ 2 ജെൻ 3 ഒക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഭയങ്കര വലിയ വണ്ടികളായി. ജപ്പാനിൽ അങ്ങനത്തെ വണ്ടിയൊന്നും നല്ല ഇപ്പോഴും കിട്ടുന്ന നല്ല വ്യത്യാസമുണ്ട്. ഇനി ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോഡ് നെയിം പുറത്തു വന്നിരിക്കുന്ന YDB കോൺസെപ്റ്റ് അല്ലെങ്കിൽ YDB എന്നാണ്. ഓക്കെ, ഈ ഒരു സംഭവം, ഈ നെയിമിംഗ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുവരുന്നതാണ്. YTB ഉണ്ടായിരുന്നു, അതുപോലെ YFG ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. YTB നമ്മുടെ മറ്റേ ഫ്രോങ്സിൻ്റെ കോഡ് നെയിം ആയിരുന്നു. YFG എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് വിറ്റാര കോഡ് നെയിം ആയിരുന്നു എന്ന്. എന്തായാലും അങ്ങനത്തെ ഒരു കോഡ് നെയിം ഈ വണ്ടിക്കും വന്നിട്ടുണ്ട്, YDB എന്ന് പറഞ്ഞ്. ആൻഡ് ഈ വണ്ടി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ട്രൈബർ പോലുള്ള വണ്ടികളായിരിക്കും. എനിക്കറിയാം ആ സെഗ്മെൻറ്റിൽ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല എന്ന്, ജസ്റ്റ് ഡ്രൈവർ മാത്രം ഇപ്പോൾ താൽക്കാലികമായി നമുക്ക് പറയാനുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് സെയിം ഫോർമുലയിലുള്ളൊരു വണ്ടിയാണെന്നേ ഉള്ളൂ. പണ്ട് ഡാറ്റ്സൻ്റെ GoPlus ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കട്ട ഫ്ലോപ്പായിരുന്നു കൊണ്ട് ഡാറ്റ്സൺ അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രൈബർ വന്ന സമയത്ത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നുവെങ്കിലും ഇപ്പം അങ്ങനെ വളരെയധികം സെയിൽസ് കിട്ടുന്നൊരു വണ്ടിയൊന്നും അല്ല. ഒരു മാസം മിക്കവാറും ഒക്കെ അതിന് 1000-1500 മാക്സിമം കിട്ടി. അത്ര ഉള്ള വണ്ടിയുടെ സെയിൽസ്. അങ്ങനെയുള്ളൊരു സെഗ്മെൻറ്റിലേക്കാണ് സുസുക്കി ഇങ്ങനത്തെ ഒരു വണ്ടിയായിട്ട് വരുന്നത്. ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി ജസ്റ്റ് സബ് മീറ്റർ, അതായത് 4 മീറ്ററിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലായിരിക്കും അവർ ഇതിൻ്റെ ഡയമെൻഷൻസ് വെക്കാൻ പോകുന്നത്. പുറത്തേക്കാൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാകും. പിന്നെ ഒരു കാര്യമുള്ളത്, പുറത്ത് ഈ 3.4 മീറ്റേഴ്സിൽ വരുന്ന വണ്ടി ഒരു 5 സീറ്റർ മോഡലാണ്, ഓർ 4 സീറ്റർ എന്ന് വേണേൽ പറയാം, കാരണം അത്രയും വ്യക്തിയുള്ളതിന്. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് അവരത് 7 സീറ്റർ ആക്കിയായിരിക്കും ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഡ്രൈവറുമായിട്ടായിരിക്കും കോമ്പറ്റീഷൻ എന്ന് ഞാൻ പറയാൻ കാരണം. ഈ വണ്ടിയുടെ പ്ലേസ്മെൻറ്റ് വരുന്നത് നമ്മുടെ മാരുതിയുടെ ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ എർട്ടിഗയുടെ തൊട്ട് താഴത്തായിട്ടായിരിക്കും. ഇത് മിക്കവാറും നെക്സ ഔട്ട്ലെറ്റ്സ് വഴി വരും എന്നാണ് പറയുന്നത്. അരീന വഴി വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു പുതിയ യൂണീക്ക് ബോഡി സ്റ്റൈലാണെന്ന് പറയാം. കാരണം മാരുതി സുസുക്കി ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ബോഡി സ്റ്റൈൽ വണ്ടികൾ അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ വേണേൽ നമുക്ക് പണ്ട് വേർസയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും, പക്ഷേ അതേ ലാഡ ഫ്രെയിം ഷാസി ആയിരുന്നു, റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു. ഇതിന് അതുമായിട്ടൊന്നൊരു ബന്ധമില്ല. ഈ വണ്ടി മോണോകോക്ക് ഷാസി തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും. പിന്നെ പറഞ്ഞു വരുമ്പം ഈ വണ്ടി നമുക്ക് ഒരു 6 lakhs ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സെയിൽസ് പിടിക്കും എന്നും പറയാം. പക്ഷേ ആ റേഞ്ചിൽ വരുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു കാര്യമുണ്ട്, സുസുക്കിയുടെ പാക്കേജിംഗ് ഒക്കെ നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ളൊരു ഡിസൈനൊക്കെ വെച്ച് അവർ 7 സീറ്റർ ആക്കി അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് ഇറക്കും. ഇപ്പോൾ ഡ്രൈവർ നമ്മൾ കണ്ടതാണ്, അതിൻ്റെ എഞ്ചിൻ ചെറുതാണ്, 1 ലിറ്റർ എഞ്ചിനാണ് ഡ്രൈവറിൽ വരുന്നത്. ഇതുവരെ അവർ ടർബോ എഞ്ചിൻ പോലും ഡ്രൈവറിൽ കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാൽ സ്പേസിങ്ങിൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ എർട്ടിഗയോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ആ ഒരു പാക്കേജിംഗ് ആണ് അവർ ആ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയും. അതും സപ്പോമീറ്റർ കാറ്റഗറിയിലുള്ളൊരു വണ്ടി ആയിട്ട് പോലും. അപ്പോൾ പിന്നെ സുസുക്കിയും ബീങ് എ ജാപ്പനീസ് ബ്രാൻഡ് അവർക്ക് തീർച്ചയായും സ്പേസ് ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ടത് ഇതിനകത്ത് എഞ്ചിനൊക്കെയാണ്. ഇപ്പോഴത്തെ റൂമേഴ്സ് അനുസരിച്ച് ഇനി വരാൻ പോകുന്ന സ്വിഫ്റ്റിൽ നമുക്കറിയാം ഫോർച്യൂൺ സ്വിഫ്റ്റ് ഇവിടെ അധികം വൈകാതെ തന്നെ എത്തും. അതിൻ്റെ അകത്ത് അവർ പുതിയ Z സീരീസ് എഞ്ചിൻ അൺവെയിൽ ചെയ്യും. 1.2 ലിറ്റർ Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനായിരിക്കും ആ വാഹനത്തിൽ വരാൻ പോകുന്നത്. ഈ വണ്ടിയിലും മിക്കവാറും ആ എഞ്ചിൻ വരും എന്നാണ് പറയപ്പെടുന്നത്. അത് കമ്പാരിറ്റീവ്ലി നമ്മൾ Z സീരീസ് എഞ്ചിൻ K സീരീസ് എഞ്ചിൻ വെച്ച് നോക്കുമ്പം ഒരു സിലിണ്ടറിൻ്റെ വ്യത്യാസമുണ്ട്. മാത്രമല്ല പവറും കുറഞ്ഞിട്ടുണ്ട്. ഈ Z സീരീസ് എഞ്ചിന് 108 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും അതുപോലെ തന്നെ 82 PS പവറും ഒക്കെ ഉള്ളൂ. K12N ആണ് ഇവിടെ ലാസ്റ്റ് വന്ന ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ. അതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 90 PS 113 ന്യൂട്ടൺ മീറ്റേഴ്സും ആയിരുന്നു. അതിന് തൊട്ടുമുണ്ടായിരുന്ന K12M എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഫ്രീ റവിങ് എഞ്ചിനായിരുന്നു, ഡ്യുവൽ ജെറ്റൊന്നും അല്ലായിരുന്നു. അതിൻ്റെ അകത്ത് സിംഗിൾ ഇഞ്ചക്ടർ സിലിണ്ടറൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ വണ്ടിക്കും 83 PS അതുപോലെ 113 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ആയിരുന്നു. മെയിനായിട്ട് ഇതിനകത്ത് ടോർക്കിൻ്റെ ആണ് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. 5 ന്യൂട്ടൺ മീറ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. പവർ K12N വെച്ച് നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ കുറവാണെന്നുള്ളൂ. K12M വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് എന്ന് പറയാം. എന്തായാലും 3 സിലിണ്ടർ ആക്കിയത് ഒരു ഫ്യൂൽ എഫിഷ്യൻസി കുറച്ചുകൊണ്ട് കൂട്ടാൻ വേണ്ടി തന്നെയാണ്. അത് നമുക്ക് തീർച്ചയായും വ്യത്യാസം അറിയാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, സുസുക്കിയുടെ 3 സിലിണ്ടർ എഞ്ചിൻസ് നമ്മളിപ്പോൾ ബാക്കി 3 സിലിണ്ടർ എഞ്ചിൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റിഫൈൻഡ് ആയിരിക്കും. അത് ഭയങ്കര വൈബ്രേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന എഞ്ചിൻസോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതാണൊരു മെച്ചം എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ആഫ്റ്റർ ഓൾ ഒരു 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലേക്ക് വരുന്നൊരു ഡൗൺ ഗ്രേഡ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ലോഞ്ച് ടൈമിലേനൊക്കെ ഇപ്പം ഓട്ടോക്കാരൻ്റെ പറയുന്നതനുസരിച്ച് 2026 അതായത് ആ ഒരു സമയത്തായിരിക്കും ഈ വണ്ടി ലോഞ്ച് ആകാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എഗെയിൻ ഇത് ലോഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം എത്ര പേർക്ക് ഈ പ്രൈസ് പോയിന്റിൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി വേണം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. സുസുക്കിയുടെ വണ്ടി ആയതുകൊണ്ട് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയൊന്നുമില്ല. എങ്ങനെയൊക്കെ കളിച്ചാലും ഒരു 5000-10,000 വണ്ടിക്ക് സെയിൽസ് കിട്ടും. എനിവേ ഇത്രയും നമുക്കിപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയാനുള്ളൂ. ഇത്രയും ഇൻഫർമേഷനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്ക്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.